മഴ ഉള്ളതുകൊണ്ട് തോന്നുന്നു ഫുഡ് നല്ല ടേസ്റ്റ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചി ഇനിയെന്താ? എനിക്ക് മതിയേട്ടാ, ഒരു ജ്യൂസ് പോലും പോവില്ല. നമുക്ക് അച്ഛനൊരു പാർസൽ പറയാം. ഈ സെയിം ഫുഡ് ഒരു പാർസൽ വേണേ. ഞാനൊരു കാര്യം പറയുമ്പോൾ തോന്നരുത്, അച്ഛനുള്ള ഫുഡൊക്കെ വീട്ടിലുണ്ട്. അതുമാത്രമല്ല, വീട്ടിലെ ലോക്കൽ ഭക്ഷണം കഴിച്ച് ശീലിച്ച അച്ഛന് ഈ വക ഫുഡൊന്നും പറ്റില്ല. പിന്നെ വയറ് കിടക്കി നമ്മൾ തന്നെ കൊണ്ടു നടക്കണം. വെറുതെ അതെ, നീ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാൻ മതി. നിനക്ക് വല്ലതും വേണോ? ജ്യൂസ് എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട. എന്നാ കഴിഞ്ഞെങ്കിൽ പോയി കൈ എഴുതും. ഇനിയൊരു 20 മിനിറ്റോടെ വെയിറ്റ് ചെയ്യണ്ടേ? എടി, നിനക്കൊരു കാര്യം അറിയോ? ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനമ്മേനെ വളർത്തിയെന്ന്. എടി, ഇങ്ങനത്തെ ഫുഡൊക്കെ വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ പുറത്തൊക്കെ വേണ്ടി ഞാൻ വാശി പിടിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ ഞാൻ കൂടെ കൂട്ടാറില്ല. എന്താ കാരണം അറിയോ? അച്ഛനെ കൊണ്ടുപോയി ഇഷ്ടമില്ലാത്തല്ല, പക്ഷെ കൂടെ പോയി കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരാൻ പറയും അച്ഛനോട്. അപ്പൊ അച്ഛനിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛന് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കൂടെ കൊണ്ടുപോകാം. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അച്ഛൻ മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുമ്പോൾ അച്ഛൻ ഇപ്പം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 100 ഗ്രാം മുന്തിരിയോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ഛൻ മേടിച്ചോണ്ടായിരുന്നു. അതൊന്നും അമ്മയെ പോലും കുടിക്കില്ല. അമ്മ തൊട്ട് കഴിഞ്ഞാൽ അത് അവനുള്ളതുകൊണ്ട് അമ്മനെ വഴക്ക് പറയും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയത് അച്ഛനാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛന് ഒരു നേരത്തെ ഒരു ഫുഡ് ഒന്ന് പാർസൽ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, എപ്പോഴല്ലേ ചെയ്യുള്ളൂ. ഇത് നമുക്കൊക്കെ മാസത്തിൽ എന്തോരം അടവുണ്ട്. ആ ലോണ് ഈ ലോണ്, വീട്ടിലുള്ള സകലമായ വസ്തുക്കൾക്കും പേഴ്സണൽ ലോണാണ്. ഒരു അതിൻ്റെ ഇടയിൽ അച്ഛനൊരു പാർസൽ മേടിച്ചു കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 1% പോലും വരുമോ? എന്നിട്ടാണ് നീ വലിയ ബഡ്ജറ്റിന്റെ കണക്ക് പറഞ്ഞല്ലേ? മോളെ പാർസൽ വന്നു.